ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടറ്റ് കാറ്റഗറി 3 മാത്തമാറ്റിക്സ് ഒക്ടോബർ 2023 നടന്ന എക്സാമിലെ സോൾവ്ഡ് പ്രോബ്ലംസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. അതിനു മുമ്പ് കേട്ടറ്റ് കാറ്റഗറി 3 മാത്തമാറ്റിക്സിൽ ചോദിച്ചിട്ടുള്ള PYQ ക്വസ്റ്റ്യൻസിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതേപോലെ തന്നെ സിലബസ് ക്ലാസ്സുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, മറ്റ് ക്ലാസ്സുകളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതേപോലെ എൻ്റെ സ്ക്രീനിലും വരുന്നതാണ്. നിങ്ങൾക്കത് കാണാം. എന്നിട്ട് നന്നായിട്ട് എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. സോ നമുക്ക് നമ്മളുടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻസുകൾ നോക്കാം. 71 നിങ്ങൾക്കറിയാം, 70 വരെ സൈക്കോളജി, ഫിലോസഫി, പിന്നെ അഡോളസന്റ് സൈക്കോളജി, അങ്ങനെ പിന്നെ മലയാളം, ഇംഗ്ലീഷ് അതിലേതെങ്കിലും ഒന്ന് ഇരുവണം, അങ്ങനെയാണ് വരുന്നത്. ബാക്കി 71 തൊട്ടാണ് നമ്മളുടെ മാത്തമാറ്റിക്സ് വരുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ലെങ്ത് ഓഫ് 2 perpendicular sides of a right triangle are 5 cm and 12 cm. The radius of the circumcircle of the right triangle. ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് അതിൻ്റെ ഹൈപ്പോട്ടനസിൻ്റെ മിഡ് പോയിന്റ് ആണ്. ഓക്കെ, ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് അതിൻ്റെ ഹൈപ്പോട്ടനസിൻ്റെ മിഡ് പോയിന്റ് ആണ്. അപ്പോൾ റേഡിയസ് എന്തായിരിക്കും? ഹൈപ്പോട്ടനസിൻ്റെ പകുതിയായിരിക്കും, അഥവാ കർണത്തിൻ്റെ പകുതിയായിരിക്കും. ഓക്കെ, the radius of the circumcircle of a right triangle is half of the hypotenuse. രണ്ട് പെർപെൻഡിക്കുലർ സൈഡ് തന്നിട്ടുണ്ട്. ഒന്ന് 5 ആണ്, ഒന്ന് 12 ആണ്. പൈതഗോറസ് വെച്ചുകൊണ്ട് നമുക്ക് ഹൈപ്പോട്ടനസ് കാണാം. a² + b² = h². അപ്പോൾ 5² + 12². 5ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5 × 5 25 കിട്ടും. 12 × 12 144 കിട്ടും. ഇത് രണ്ടും കൂട്ടുമ്പോൾ 169 കിട്ടും. h² 169 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി പെട്ടെന്ന് പറയാൻ പറ്റും h എത്രയാ? 13 ആണ്. ഓക്കെ, അപ്പോൾ ഹൈപ്പോട്ടനസ് 13 ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു റേഡിയസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സർക്കിളിന്റെ റേഡിയസ് എന്തായിരിക്കും? ഹാഫ് ഓഫ് ദ ഹൈപ്പോട്ടനസ്, ഹൈപ്പോട്ടനസിന്റെ പകുതി. ഓക്കെ, അപ്പൊ 13ന്റെ പകുതി 6.5 വരും, അഥവാ ഓപ്ഷൻ ഡി വരും. ഓക്കെ, സർക്കം റേഡിയസ് എന്ന് പറയുന്നത് ഹൈപ്പോട്ടനസിന്റെ പകുതി ആയിരിക്കും, അഥവാ 6.5, ഓപ്ഷൻ ഡി. അടുത്ത്, in the figure O is the center of the circle and AB is a diameter, angle COB 50 degree, the measure of CAB. നമുക്ക് ഈ ചിത്രത്തിൽ O എന്ന് പറയുന്നത് സെൻറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതൊരു മെയിൻ പോയിന്റ് ആണ്. ഓക്കെ, ഇനി COB 50 ഡിഗ്രിയാണ്. നമുക്ക് കാണേണ്ടത് CAB ആണ്. നമ്മൾ 10ാം ക്ലാസ്സിൽ സർക്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. ഒരു സർക്കിളിലെ കോഡ്, ഇപ്പൊ സിയും ബിയും ചേർത്താണ് നമുക്കൊരു കോഡ് വരക്കാലോ. ഒരു സർക്കിളിലെ കോഡ്, സർക്കിളിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്താണോ, സർക്കിളിന്റെ സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്താണോ അതിന്റെ പകുതി ആയിരിക്കും സർക്കിളിൽ വരിക. അപ്പൊ സെൻട്രൽ 50 ആണെന്നുണ്ടെങ്കിൽ അതേ കോഡിൽ നിന്ന് പോകുന്ന 2 ലൈനുകളാണ്, ഒന്ന് CAയും ഒന്ന് BAയും. ഈ 2 ലൈനുകൾ ചേർന്ന് സർക്കിൾ ഉണ്ടാക്കുന്ന ആംഗിള് ഈ സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിളിന്റെ പകുതി ആയിരിക്കും. അപ്പൊ സെൻട്രൽ 50 ആണെന്നുണ്ടെങ്കിൽ സർക്കിളിൽ എന്തായിരിക്കും? 25 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഓപ്ഷൻ സി 25. അടുത്ത്, in the figure AB is the diameter of the circle, angle AMB, angle ADB, angle ACB are an arithmetic sequence. Angle ACB = 63 degree, the measure of AMB. ഇത് അരിത്തമെറ്റിക് സീക്വൻസിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആരൊക്കെയാ? AMB, ADB, ACB. ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, AB ഈസ് എ ഡയമീറ്റർ. അതും ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ. AB എന്ന് പറയുന്നത് ഡയമീറ്റർ ആണ്. നിങ്ങൾ ആ D എന്ന് പറയുന്ന പോയിന്റ് എവിടെ കിടക്കുന്നത് നോക്കിയേ, ഓൺ ദ സർക്കിൾ ആണ്. എയിൽ നിന്നും ബിയിൽ നിന്നും, അഥവാ ഡയമീറ്ററിന്റെ 2 അറ്റത്തു നിന്നും സർക്കിളിലേക്ക് പോയിട്ടുള്ള പോയിന്റ് ലൈനാണ് ഡിയിൽ കൂട്ടിമുട്ടുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അർദ്ധവൃത്തത്തിലെ കോണ്, അഥവാ സെമി സർക്കിളിലെ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെ ADB എന്ന് പറയുന്ന ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രിയാണ്, ബിക്കോസ് ഇറ്റ് ഈസ് സെമി സർക്കിൾ, അർദ്ധവൃത്തത്തിലെ കോണാണ്. ഇനി ACB 63 തന്നിട്ടുണ്ട്. ഇനി കോമൺ ഡിഫറൻസ് കണ്ടാൽ പോരെ? 63 മൈനസ് കോമൺ ഡിഫറൻസ് എങ്ങനെ കാണാം? 90 - 63 അല്ല, 63 - 90 ആണ്. പക്ഷെ 63 90 കുറക്കാൻ പറ്റാത്തതുകൊണ്ട് 90 63 കുറക്കുക. വലുതെന്ന് ചെറുത് കുറച്ചിട്ട് എന്ത് ചെയ്താൽ മതി? വലുതിൽ ചിരട്ട് കൊടുത്താൽ മതി, നെഗറ്റീവ് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ
90 ഇവിടെ 10 ആവും, 10 3 പോയാൽ 7, ഇവിടെ 8 ആവും, 8 6 പോയാൽ 2. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് 2 ആണ്. മൈനസ് 2 മൈനസ് വരും, -27, 2 അല്ല -27. 90 27 പോയാലാണ് 63 കിട്ടുക. ഓക്കെ, ഇനി ഇപ്പുറത്തോട്ട് ബാക്കിലെ നമ്പർ കാണാൻ സാധാരണ നമ്മൾ മൈനസ് ചെയ്യാണ് ചെയ്യുക, പക്ഷെ നമ്മുടെ കോമൺ ഡിഫറൻസ് നെഗറ്റീവ് ആയതുകൊണ്ട് നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, മുമ്പിലോട്ട് പോകുമ്പോൾ കോമൺ ഡിഫറൻസ് കൂട്ടി കൂട്ടി പോകും, പിറകിലോട്ട് വരുമ്പോൾ കോമൺ ഡിഫറൻസ് കുറച്ച് വരും. ഇനി ആ കൺസെപ്റ്റ് തന്നെ വെച്ചോളൂ നിങ്ങൾ. ഇനി നോക്കിയേ, അപ്പോൾ 90 ബാക്കിലോട്ടല്ല പോകുന്നത്, അപ്പം മൈനസ് ചെയ്യണം. എന്തിനെ? കോമൺ ഡിഫറൻസിന്. അപ്പം -27. 2 നെഗറ്റീവ് അടുപ്പിച്ച് വരുമ്പോൾ എന്താവും? പ്ലസ് ആവും. ഇനി ഇത് രണ്ടും കൂട്ടുക, 0 7 കൂട്ടിയാൽ 7, 9 2 11, അപ്പം 117 കിട്ടും. അപ്പം AMB എന്ന് പറയുന്ന കോൺ എത്രയാ? 117. ഓക്കെ, ഡി എന്ന് പറഞ്ഞാൽ 63 - 90. അപ്പം 90 63 കുറച്ചിട്ട് നെഗറ്റീവ് ഇട്ട് കൊടുക്കാം. ദെൻ AMB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 - -27 വരും. അപ്പം 90 + 27 117. ഓപ്ഷൻ എ. നാലാമത്തെ ചോദ്യം, വൺ ഈസ് ആസ്ക്ഡ് ടു സേ എ 2-digit നമ്പർ. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഇറ്റ് ബീങ് എ പെർഫെക്റ്റ് സ്ക്വയർ? ഒരാളോട് ഒരു 2 അക്ക സംഖ്യ പറയാൻ ആവശ്യപ്പെട്ടു. വൺ ഈസ് ആസ്ക്ഡ് ടു സേ എ 2-digit നമ്പർ. ഒരാളോട് 2 അക്ക സംഖ്യ പറയാൻ ആവശ്യപ്പെട്ടു. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഇറ്റ് ബീങ് എ പെർഫെക്റ്റ് സ്ക്വയർ? അപ്പോൾ ആദ്യം നമുക്ക് എത്ര 2-digit നമ്പർ ഉണ്ട്? ടോട്ടൽ നമുക്ക് 90 2-digit നമ്പർ ആണുള്ളത്. കാരണം 1 മുതൽ 100 വരെ നമുക്ക് 100 നമ്പർ ഉണ്ട്, പക്ഷെ അതിൽ 1 മുതൽ 9 വരെ ഒരക്ക സംഖ്യയാണ്. അപ്പോൾ 9 എണ്ണം പോയി. പിന്നെ 100 എന്ന് പറയുന്നത് 3 അക്കാണ്, അപ്പോൾ 1 കൂടിയും പോയി. അപ്പം മൊത്തം 10 എണ്ണം പോയി. ബാക്കി എത്ര എണ്ണം ഉണ്ടാവും? 90 എണ്ണം. ഓക്കെ, ഇനിയിപ്പോൾ ഇതിലെ പെർഫെക്റ്റ് സ്ക്വയറുകൾ ആദ്യം നമുക്ക് പെർഫെക്റ്റ് സ്ക്വയറുകൾ എഴുതാം. 1ന്റെ സ്ക്വയർ 1 ആണ്, അത് 2 അക്ക സംഖ്യ അല്ല, അപ്പോൾ അത് വരില്ല. 2ന്റെ സ്ക്വയർ 4 ആണ്, അതും 2 അക്ക സംഖ്യ അല്ല, അപ്പോൾ അതും വരില്ല. 3ന്റെ സ്ക്വയർ 9 ആണ്, അപ്പോൾ അത് 2 അക്ക സംഖ്യയാണോ? അല്ല, അപ്പോൾ അതും വരില്ല. 4ന്റെ സ്ക്വയർ തൊട്ട് വരും, അഥവാ 16. 5ന്റെ സ്ക്വയർ 25, 6ന്റെ സ്ക്വയർ 36, 7ന്റെ സ്ക്വയർ 49, 8ന്റെ സ്ക്വയർ 64, 9ന്റെ സ്ക്വയർ 81. എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6. 6/90. 6/90 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമ്മളുടെ കയ്യിലില്ല. അപ്പം നമുക്ക് ചെറുതാക്കാം. 2നെ ഞാൻ 6 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 1 6 6 ആണ്. ഓക്കെ, 90നെ നമ്മൾ 6 ആയിട്ട് ഡിവൈഡ് ചെയ്തു. 90 6 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ അല്ലേ? 90ൽ എത്ര 6 ഉണ്ട്? 1 6 6. 9ന്ന് 6 പോയാൽ 3 30. 6 30 കണ്ടോ? 15. അപ്പോൾ 1/15 ഇല്ലേ? ഓപ്ഷൻ സി. ഇനി അഞ്ചാമത്തെ ചോദ്യം, എ മെറ്റാലിക് സ്പിയർ ഓഫ് റേഡിയസ് 6 cm ഇസ് മെൽറ്റഡ് ആൻഡ് റീകാസ്റ്റ് ഇൻ എ കോൺ ഓഫ് റേഡിയസ് 3 cm ആൻഡ് ഹൈറ്റ് 12 cm. ദ നമ്പർ ഓഫ് സച്ച് കോൺസ് ദാറ്റ് ക്യാൻ ബി മെയ്ഡ് ഈസ്. അതായത് ഒരു സ്പിയറിനെ മെൽറ്റ് ചെയ്തിട്ട് കോൺ ഉണ്ടാക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എണ്ണമാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ഈ എണ്ണം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തിനെയാണോ മെൽറ്റ് ചെയ്യുന്നത് അതിൻ്റെ വോളിയം ഡിവൈഡർ ബൈ എന്താണോ ഉണ്ടാക്കുന്നത് അതിൻ്റെ വോളിയം. ഇപ്പോൾ ഇവിടെ എന്തിനാണ് മെൽറ്റ് ചെയ്യുന്നത്? സ്പിയറിനെയാണ് മെൽറ്റ് ചെയ്യുന്നത്. അപ്പോൾ വോളിയം ഓഫ് സ്പിയർ. എന്താ ഉണ്ടാക്കണത്? കോണാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വോളിയം ഓഫ് കോൺ. ഓക്കെ, സ്പിയറിനെയാണ് മെൽറ്റ് ചെയ്യുന്നത്, അപ്പോൾ വോളിയം ഓഫ് സ്പിയർ ഡിവൈഡർ ബൈ കോണാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വോളിയം ഓഫ് കോൺ. ഇനി വോളിയം ഓഫ് സ്പിയർ എന്താ? 4/3 πr³ ആണ്. കോൺ എന്താ? 1/3 πr² ആണ്. അതിൽ വാല്യൂ ഇട്ട് കൊടുക്കുക. പൈ രണ്ടും ക്യാൻസൽ ആയി പോവും. പൈയും പൈ എന്തായി പോവും? ക്യാൻസൽ ആയി പോവും. ബാക്കിയുള്ള ഇനി ഞാൻ വാല്യൂ ഇട്ട് കൊടുക്കുകയാണ്. 4/3 ഇൻറ്റു r³. റേഡിയസ് എത്രയാ? 6. റേഡിയസ് എത്രയാ? 6. അപ്പോൾ r³ എന്ന് പറയുമ്പോൾ 3 പ്രാവശ്യം വരണം. 6 × 6 × 6. ഓക്കെ, ദെൻ കോണ് 1/3 ഇൻറ്റു പൈ r²h. r എത്രയാ? 3. അപ്പോൾ 3 × 3. h എന്ന് പറയുന്നത് 12. ഇനി ഇവിടുന്ന് 6ഉം 3ഉം വെട്ടിയാണ്ട് ഇവിടെ 2 ആവും. 6ൽ എത്ര 3 ഉണ്ട്? 2. ഇതും വെട്ടിയാണ്ട് ഇവിടെ 2 ആവും. ഇവിടെ 1 6, 6ൽ ഒരു 6 ഒരു പ്രാവശ്യം, ഇവിടെ 2 ആവും. ഇനി ഈ രണ്ടും ക്യാൻസൽ ആവും. എങ്ങനെയൊക്കെ ക്യാൻസലായി? 6/3 2, 6/3 2. എല്ലാം മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് അങ്ങനെ ചെയ്യാം കേട്ടോ. വെട്ടിക്കളിന് 6/3 2, 6/3 2. 6ൽ 6 ഒരു പ്രാവശ്യം, 12 2 പ്രാവശ്യം. പിന്നെ ഈ രണ്ടും. ഈ ബാക്കി ആരൊക്കെ അല്ലേ? ഒരു 4 × 2 എത്രയാ? അല്ലേ, ഈ രണ്ടും പോയി. ഇനി ഒരു 4 × 2 8. അപ്പോൾ 8/3 ഇൻറ്റു 1/3 എന്താവും? 3/1 ആവും. അപ്പോൾ ഈ 3ഉം പോവും.
ദെൻ 8/1 8. അപ്പൊ എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റും? 8 എണ്ണം ഉണ്ടാക്കാൻ പറ്റും. അടുത്ത് ദ സം ഓഫ് ദ ഇന്റേണൽ ആംഗിൾ ഓഫ് ദ റെഗുലർ പോളിഗൺ ഇൻ ദ ഫിഗർ. ഈ ഫിഗറിലെ ഇന്റേണൽ ആംഗിളിന്റെ സമ്മാണ് ചോദിച്ചില്ല. നമുക്ക് സമ്മാണുള്ള ഇക്വേഷൻ എന്താ? n - 2 × 180. എത്ര സൈഡ് ഉണ്ട്? 11 സൈഡ് നിന്ന് എണ്ണി നോക്കി. 1 2 3 4 5 6 7 8 9 10 11. അപ്പൊ n - 2 × 180, n 11 ആണ്. അപ്പൊ 11 - 2 × 180. 11 2 പോയാൽ 9. ഇനി 180നെ 9 ചെയ്യുക, 0 ഒഴിവാക്കുക. 8 9 72. 72ക്ക് 2 വരും, ശിഷ്ടം 7 വരും. 9 9 9 7 16. പിന്നെ ഇവിടെ ഒരു 0 ഉണ്ട്, അത് ഇട്ട് കൊടുക്കുക. അപ്പൊ 1620. ഓപ്ഷൻ എ. ഏഴാമത്തെ ചോദ്യം. ഇൻ എ ക്ലാസ് there are 30 girls 20 boys. In another class there are 20 girls 25 boys. One student is to be selected from each class. The probability of at least one girl being selected. ഓക്കെ, അറ്റ്ലീസ്റ്റ് 1 ഗേൾ എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടിയെങ്കിലും. അപ്പൊ 2 പെൺകുട്ടിയാൽ കുഴപ്പമുണ്ടോ? ഇല്ല. എങ്ങനെ? ഒരു പെൺകുട്ടിയെങ്കിലും വരണം എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഒരു പെൺകുട്ടിയും അല്ലെങ്കിൽ 2 പെൺകുട്ടിയായാലും കുഴപ്പമില്ലല്ലോ. ഇല്ല. അതുകൊണ്ടാണ് ഒന്നെങ്കിൽ 2 പെൺകുട്ടി അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടി. ഓക്കെ, ക്ലാസ് 1 എത്ര കുട്ടികളുണ്ട് ടോട്ടൽ? 30 20 50. രണ്ടാമത്തേൽ 45. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അറ്റ്ലീസ്റ്റ് 1 ഗേൾ ആണ്. നമുക്ക് 3 രീതിയിൽ എവിടെ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നെങ്കിൽ 2 ബോയ് ആയിരിക്കണം. ഓക്കെ, ഒന്നെങ്കിൽ 2 ബോയ് ആയിരിക്കണം, ഇല്ലെങ്കിൽ 2 ഗേൾ ആയിരിക്കണം, ഇല്ലെങ്കിൽ ഒരു ബോയ് ഒരു ഗേൾ. ഇങ്ങനെ 3 കണ്ടീഷനിലേ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഈ പ്രോബബിലിറ്റിക്ക് ഒരു പ്രത്യേകത ഉണ്ടെന്ന് അറിയോ? അവിടെ എല്ലാ പ്രോബബിലിറ്റീസും കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് 1 കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഈ ഇക്വേഷൻ ഇവിടെ എഴുതിയത്. ഓക്കെ, ഇല്ലെങ്കിൽ 2 ഗേൾ വരുന്ന കാണണം, പിന്നെ ഒരു ഗേൾ ഒരു ബോയും വരുന്ന കാണണം, എന്നിട്ട് അതും 2ഉം കൂടി കൂട്ടണം. അതിലേറെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക വെച്ച് കഴിഞ്ഞാൽ 2 ബോയ്സ് വരുന്ന പ്രോബബിലിറ്റി കാണാം, എന്നിട്ട് അത് 1 മൈനസ് ചെയ്യുക. കാരണം സം ഓഫ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, അപ്പൊ ബോത്ത് ബോയ്സ് വരുന്നത് കാണാം. ബോത്ത് ബോയ്സ് വരുന്നത് ഇവിടെ എത്ര പോയാ? 20 പോയി. ഇവിടെ എത്ര പോയാ? 25 പോയി. അപ്പൊ 20 × 25 ബൈ ടോട്ടൽ എത്രയാ? 50 × 45. 500/2250 വരും. ഇത് 1 മൈനസ് ചെയ്യാം. ഓക്കെ, ഇത് 1 മൈനസ് ചെയ്യുക. ഇത് നമുക്ക് 1 മൈനസ് ചെയ്യാം. ക്രോസ് ചെയ്യുക. 2250 × 1 2250 മൈനസ് 500/2250. 1750/225 കിട്ടും. 0 0 പോവും. 175/225. അങ്ങനെ ഒരു സാധനം ഇതിലില്ല. ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ആദ്യം 175നെ ഞാൻ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇവിടെ 3 5 15 കിട്ടും. 3 5 15. 17 15 പോയാൽ 2 25 5 25. അപ്പൊ 35. ഓക്കെ, ഇനി 225നെ ഞാൻ 5 കൊണ്ട് ചെയ്തു. 225ന് 4 5 20. ശിഷ്ടം 2 വരും. 5നെ ഇറക്കി എഴുതി. അപ്പൊ 25. അപ്പൊ വീണ്ടും 5 വരും. 5 25. അപ്പൊ 35/45. അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിലില്ല. വീണ്ടും 5 കൊണ്ട് ചെയ്യാലോ. 35/5 എത്രയാ? 7. 45/5 എത്ര? 9 5 45. 7/9. അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ അല്ലേ? ഓപ്ഷൻ ഡി. അപ്പൊ 7/9 ആണ് ഇതിന്റെ ആൻസർ. മനസ്സിലായോ മക്കളെ? അപ്പോ അറ്റ്ലീസ്റ്റ് 1 ഗേൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിയെങ്കിലും. അപ്പൊ 2 പെൺകുട്ടിയായ കുഴപ്പമില്ല. അപ്പൊ ടോട്ടൽ പ്രോബിലിറ്റി എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ 2 ആൺകുട്ടികളാകാനുള്ള പ്രോബിലിറ്റി കണ്ടിട്ട് അത് 1 മൈനസ് ചെയ്താൽ മതി. ഓക്കെ, then എട്ടാമത്തെ ചോദ്യം. The sum of the 8th and 13th term of an arithmetic sequence is 124. The sum of first 20 terms of the arithmetic sequence. 20 ടേം ആണ് ഇതിലുള്ളത്. അപ്പൊ 20 ടേമിനെ ഞാനൊന്ന് പെയർ ചെയ്യാൻ പോകണ്ടോ? നമ്മൾ ഈവൺ നമ്പർ വരുമ്പോൾ അതിനെ നമുക്ക് 20 നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ 10 പെയർ ആക്കാൻ പറ്റും. എല്ലാ പെയറിന്റെ സമ്മും സെയിം ആയിരിക്കും. അപ്പൊ ഞാനൊന്ന് പെയർ ആക്കി. x8 x30 എന്ന് പറയുന്നത് 124 ആണ്. അപ്പൊ ഞാനൊന്ന് പെയർ ആക്കാനുണ്ടോ? x8ഉം x30ഉം x7ഉം s40ഉം ഒന്നിനെ ബാക്കിലോട്ടും ഒന്നിനെ മുമ്പിലോട്ടും കൊണ്ടുപോകാം. അപ്പൊ x6 x15, x5 x16, x4 x17, x3 x18, x2 x19, x1 x20. കണ്ടോ? x1 x20, x2 x90. ഇവിടുന്ന് മുമ്പിലോട്ട് പോകുമ്പോൾ അവിടുന്ന് ബാക്കിലോട്ട്, ഇവർക്ക് ബാക്കിലോട്ട് വരുമ്പോൾ അവിടുന്ന് മുമ്പിലോട്ട്. പെയർ ചെയ്യുക. ഫസ്റ്റ് ലാസ്റ്റ്, സെക്കൻഡ് അവിടുന്ന് സെക്കൻഡ്, തേർഡ് ഇപ്പുറത്തുനിന്ന് തേർഡ്. അങ്ങനെ പെയർ ചെയ്യുമ്പോൾ എല്ലാ പെയറുകളുടെയും സമ്മ് സെയിം ആയിരിക്കും.
ഓക്കെ, അപ്പൊ ഈ പേരുകളുടെ ഒക്കെ സമ്മ എത്രയാ? 124 കാരണം x8 + x13 124 എല്ലാ പേരുകളുടെ സമ്മ സെയിം ആയിരിക്കും. 20 ടേം ഉണ്ട്, അപ്പൊ എത്ര പേരുണ്ട്? 10 പേരുണ്ട്. അപ്പോ 124 × 10 124 × 10 1240 കിട്ടും. ഓപ്ഷൻ ഡി 1240. ഓക്കെ, 9ാമത്തെ ചോദ്യം. ദ ഫസ്റ്റ് ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 50 ആൻഡ് ദ കോമൺ ഡിഫറൻസ് -1. ദ സം ഓഫ് ഫസ്റ്റ് 100 ടേം ഓഫ് ദ സീക്വൻസ്. ആദ്യ പദം 50 ആണ്, കോമൺ ഡിഫറൻസ് -1 ആണ്. 101 ടേമിന്റെ സമ്മ് കാണണം. നമ്മളുടെ ഇക്വേഷൻ ഉണ്ട് അല്ലേ, SN = n/2 × 2a + n - 1 × d കൊടുത്താൽ മതി. ഓക്കെ, SN n എന്ന് പറയുന്നത് 101 ആണ്. n/2 നമ്മുടെ ഇക്വേഷൻ എന്താണ്? n/2 × 2a + a എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം n - 1 × d. ഓക്കെ, അപ്പൊ n 101 ആണ്. 101/2 2a എന്ന് പറഞ്ഞാൽ 50, 2 × 50. പിന്നെ n - 1 101 - 1 100 × d എന്ന് പറഞ്ഞാൽ -1. ഇനി 2 × 50 എത്രയാ? 100 ആണ്. 100 × -1 എത്രയാ? -100 ആണ്. 100 ന്ന് 100 പോയാൽ 0. അപ്പൊ 101/2 × 0, ഏതൊരു സംഖ്യനെയും 0 കൊണ്ട് ഗുണിച്ചാൽ എത്രയാ? 0. അപ്പൊ ഓപ്ഷൻ ബി 0. Last question. In the figure, the area of the rectangle PQRS is 28 square centimeter and the area of the triangle PSM 10 square centimeter. The area of the triangle MQR. ഈ ട്രയാങ്കിളിന്റെ ഏരിയ നമ്മൾ കാണണം. ഓക്കെ, PMQ തന്നിട്ടുണ്ട്. PMQയുടെ PSM 10. ഓക്കെ, PQRS ടോട്ടൽ ഏരിയ റെക്ടാങ്കിളിന്റെ ഏരിയ 28 ആണ്. ഓക്കെ, ഇനി ഇവിടെ ഒരു ട്രയാങ്കിൾ ആണ് മക്കളെ. നിങ്ങൾ PQM എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിന് ഒരു പ്രത്യേകത ഉണ്ട്. ഈ ട്രയാങ്കിളിന്റെ ഏരിയ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ആ ട്രയാങ്കിളിന്റെ ഏരിയ എങ്ങനെ കാണണമെന്ന് നോക്കിക്കോട്ടോ. ഓക്കെ, ഈ ട്രയാങ്കിളിന്റെ ബേസ് എന്ന് പറയുന്നത് റെക്ടാങ്കിളിന്റെ ലെങ്ത് അല്ലേ. അതേപോലെ തന്നെ ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് റെക്ടാങ്കിളിന്റെ ബ്രെഡ്ത്ത് അല്ലേ. ഇതാണ് ബേസ്, ഇതാണ് ഹൈറ്റ്. ഹാഫ് BH ആണല്ലോ നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ റെക്ടാങ്കിളിന്റെ ലെങ്ത് ആണ് ബ്രെഡ്ത്ത്, റെക്ടാങ്കിളിന്റെ ലെങ്ത് ആണ് ബേസ്, റെക്ടാങ്കിളിന്റെ ഹൈറ്റ് ആണ് ബ്രെഡ്ത്ത് ആണ് ഹൈറ്റ്. അപ്പോൾ റെക്ടാങ്കിളിന്റെ ഏരിയ എന്താണോ അതിന്റെ പകുതി അല്ല ആ ട്രയാങ്കിളിന്റെ ഏരിയ വരിക. കാരണം ആ ബേസ് എന്ന് പറയുന്നത് ലെങ്ത് ആയതുകൊണ്ടാണ് അങ്ങനെ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏരിയ ഓഫ് PMQ എന്ന് പറയുന്നത് എന്തായിരിക്കും? 28ന്റെ പകുതി 14 ആയിരിക്കും. അപ്പോ ഇവിടെ 10, ഇവിടെ 14, ടോട്ടൽ എത്രയാ? 28 ആണ്. അപ്പോ 10 14 24 ആയി. അപ്പൊ ബാക്കി ഇനി എത്ര ഉണ്ട്? 4. സിമ്പിൾ. ഓക്കെ, അപ്പോ ഇവിടെ എന്തുകൊണ്ട് അത് 14 എന്ന് മനസ്സിലായോ മക്കളെ? കാരണം ഇത് ലെങ്ത് ആണ്. ആ ലെങ്ത് ആണ് റെക്ടാങ്കിളിന്റെ ലെങ്ത്. ചതുരത്തിന്റെ നീളാണ് ത്രികോണത്തിന്റെ ബേസ്, ചതുരത്തിന്റെ വീതിയാണ് ത്രികോണത്തിന്റെ ഹൈറ്റ്. അപ്പോൾ ½ × BH ആണ്. B എന്ന് പറയുന്നത് ലെങ്ത് ആണ്, പിന്നെ ഹൈറ്റ് എന്ന് പറയുന്നത് B ആണ്. അപ്പോൾ ½ × LB. ഏരിയ ഓഫ് റെക്ടാങ്കിൾ എന്ന് പറയുന്നത് ലെങ്ത് × ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ ½ LB എന്ന് പറഞ്ഞാൽ അതിന്റെ പകുതി. അപ്പോൾ 28ന്റെ പകുതി 14. പിന്നെ ടോട്ടൽ 28 ആണ്. അപ്പോൾ 10 14 24 ആയി. അപ്പോൾ ബാക്കി ഇനി എത്ര ഉണ്ട്? 4. ഇത്രയാണ് ഇതിലെ ഫസ്റ്റത്തെ 10 ക്വസ്റ്റ്യൻസ്. അപ്പോൾ മാർച്ച് 2023, സോറി ഇത് ഞാനിവിടെ മാറ്റിയിട്ടില്ല, മാർച്ച് 2023 അല്ല, ഒക്ടോബർ 2023 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഒക്ടോബർ 2023 ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുടെ ആൻസറാണ് നമ്മൾ ചെയ്യുന്നത്, മാർച്ച് 2023 അല്ല. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഫസ്റ്റത്തെ സെക്ഷനിൽ വരുന്നത്. അപ്പോൾ ബാക്കി ഇനി നമുക്ക് തൊട്ട് വയ്യേ ചെയ്യാം. ഓക്കെ, അപ്പോൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ കേട്ടിട്ട് മാത്തമാറ്റിക്സ് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഇതിൻ്റെ ലിങ്കുകളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, അതേപോലെ എൻ്റെ സ്ക്രീനിലും വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി എല്ലാ വീഡിയോസും കണ്ട് പഠിക്കുക. പിന്നെ ബാക്കിയുള്ള വീഡിയോസ് എന്ന് പറയുന്നത് 10ാം ക്ലാസ് ബേസ് ചെയ്തിട്ടുള്ള CBSE ആൻഡ് SCERT നമ്മുടെ സ്റ്റേറ്റ് സിലബസിലെയും ക്വസ്റ്റ്യൻസുകളാണ്. അതൊക്കെ റെഫർ ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. ഇതൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് നമുക്ക് കേട്ടിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു സൂൺ. ബൈ.